കോൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ചാപ്റ്ററിലെ റിവിഷനും 2018-19 വർഷങ്ങളിലെ മാർച്ച് പരീക്ഷയുടെയും ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെയും ചോദ്യപേപ്പറുകളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. കൂടാതെ ഈ വർഷത്തെ മോഡൽ പരീക്ഷയുടെ ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ഊപ്സ് കോൺസെപ്റ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരാറ്. പക്ഷേ ഇത്തവണത്തെ മോഡൽ പരീക്ഷയിലെ ഈ ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മോഡൽ പരീക്ഷയുടെ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, C++ ഈസ് എൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇത്തരം ചോദ്യങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ മറ്റു ഓപ്ഷൻസിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. സി, പാസ്കൽ, ഫോർട്രാൻ, ബേസിക് എന്നിവയൊക്കെ പ്രൊസീജറൽ ലാംഗ്വേജസ് ആണ്. പ്രോഗ്രാമിംഗ് പാരഡൈമിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഒരു ലാംഗ്വേജ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ പ്രൊസീജറൽ ലാംഗ്വേജ് ആണോ എന്നുള്ളത് നമ്മൾ പറയുന്നത്. എന്താണ് പ്രോഗ്രാമിംഗ് പാരഡൈം? പ്രോഗ്രാമിംഗ് പാരഡൈം ഡിനോട്ട്സ് ദ വേ ഇൻ വിച്ച് എ പ്രോഗ്രാം ഈസ് ഓർഗനൈസ്ഡ്. അടുത്ത ചോദ്യം, എന്താണ് റീയൂസബിലിറ്റി? ഹൗ ഈസ് റീയൂസബിലിറ്റി മെയ്ഡ് പോസിബിൾ ത്രൂ ഇൻഹെറിറ്റൻസ്? ഒരു പ്രോഗ്രാമിൽ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് മറ്റേത് പ്രോഗ്രാമിൽ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളതാണ് റീയൂസബിലിറ്റി. റീയൂസബിലിറ്റി ഈസ് മെയ്ഡ് പോസിബിൾ ത്രൂ ഇൻഹെറിറ്റൻസ് ബൈ ഡിറൈവിങ് എ ന്യൂ ക്ലാസ് ഫ്രം ദി എക്സിസ്റ്റിംഗ് ക്ലാസ്. അതായത് ഉള്ളൊരു ക്ലാസ്സിൽ നിന്ന് പുതിയ ഒരു ക്ലാസ് ഡിറൈവ് ചെയ്തുകൊണ്ട് ഇൻഹെറിറ്റൻസ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. മോഡൽ എക്സാമിന് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 3 അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കമ്പയർഡ് ടു പ്രൊസീജറൽ പ്രോഗ്രാമിംഗ്. ഏതെങ്കിലും 3 അഡ്വാൻറ്റേജസ് ലിസ്റ്റ് ചെയ്താൽ മതി. അത് പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് ആയിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഡേറ്റയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. പ്രൊസീജറല്ലോ പ്രൊസീജറിനാണ് പ്രാധാന്യം. Object oriented programming binds data and functions together. Procedural programming data and functions are not bound together. Object oriented programming supports data hiding. Procedural adu illa. Object oriented programming real world problems നന്നായിട്ട് മോഡൽ ചെയ്യാനായിട്ട് സാധിക്കും. പ്രൊസീജറിൽ അത് സാധിക്കുകയില്ല. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഇസ് എക്സ്റ്റെൻസിബിൾ, അതായത് പുതിയ ഡേറ്റ ടൈപ്സ് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. പ്രൊസീജറൽ ഈസ് നോൺ എക്സ്റ്റെൻസിബിൾ. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കോഡ് എളുപ്പത്തിൽ മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പ്രൊസീജറിൽ അത് സാധിക്കുകയില്ല. മാർച്ച് 2019 ചോദിച്ചിട്ടുള്ള 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ റാപ്പിംഗ് അപ്പ് ഓഫ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ് ഇസ് കോൾഡ് ഡാഷ്. എന്താണ് ഉത്തരം? എൻകാപ്സുലേഷൻ. അപ്പോൾ ഇവിടെ ഈ ഉത്തരം മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മൾ ഈ എൻകാപ്സുലേഷൻ്റെ ഡെഫിനിഷൻ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ വാട്ട് ഈസ് എൻകാപ്സുലേഷൻ എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കണം. മാത്രമല്ല ഇത് ഊപ്പ് കോൺസെപ്റ്റ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ബാക്കി ഊപ്പ് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും കൂടിയും അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് ഊപ്പ് കോൺസെപ്റ്റ്സ്? ഒബ്ജക്റ്റ്, ക്ലാസ്, ഡേറ്റ അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡെഫിനിഷൻസ് നോക്കാം. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ സ്ട്രക്ചർ ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ആണെന്നും സ്ട്രക്ചർ നെയിം ഡേറ്റ ടൈപ്പായി യൂസ് ചെയ്യാമെന്നും സ്ട്രക്ചർ നെയിം ഉപയോഗിച്ചുകൊണ്ട് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ് സ്ട്രക്ചർ വേരിയബിൾസ് എന്ന് അറിയപ്പെടുന്നു എന്നും പഠിച്ചു. അതേപോലെ തന്നെ ക്ലാസ് ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ്. ക്ലാസ് നെയിം ഉപയോഗിച്ചുകൊണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. ക്ലാസ് നെയിം ഉപയോഗിച്ചുകൊണ്ട് ഡിക്ലെയർ ചെയ്യപ്പെടുന്ന വേരിയബിൾസ് ആണ് ഒബ്ജക്ട്സ് എന്ന് അറിയപ്പെടുന്നത്. എന്താണ് ക്ലാസ്? ക്ലാസ് ഈസ് എ പ്രോട്ടോടൈപ്പ് ഓർ ബ്ലൂ പ്രിൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. സ്ട്രക്ചറിൽ ഡേറ്റ എലിമെൻറ്റ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ക്ലാസ്സിലെ ഡേറ്റ എലിമെൻറ്റ്സിനോടൊപ്പം തന്നെ ആ ഡേറ്റ എലിമെൻറ്റ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഫങ്ഷൻസും ഉണ്ടായിരിക്കും. ക്ലാസ്സിലെ ഡേറ്റ എലിമെൻറ്റ്സ് ഡേറ്റ മെമ്പേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഫങ്ഷൻസ് മെമ്പർ ഫങ്ഷൻസ് എന്നുമാണ് അറിയപ്പെടുന്നത്.
എന്താണ് ഡേറ്റ എബ്സ്ട്രാക്ഷൻ? അത്യാവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം യൂസറിന് കാണിച്ചു കൊടുക്കുകയും മറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നതിനെയാണ് ഡേറ്റ എബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് എൻക്യാപ്സുലേഷൻ? കീപ്പിംഗ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ദറ്റ് ഓപ്പറേറ്റ് ഓൺ ദി ഡേറ്റ ടുഗെദർ എന്നുള്ളതിനെയാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. എന്താണ് മോഡുലാരിറ്റി? മോഡുലാരിറ്റി എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് ഒരു വലിയ പ്രോഗ്രാമിനെ ചെറിയ മൊഡ്യൂൾസ് ആക്കി തിരിക്കാവുന്നതാണ്. ഇൻഹെറിറ്റൻസിലൂടെ ഒരു ഡിറൈവ്ഡ് ക്ലാസ് അതിൻ്റെ ബേസ് ക്ലാസ്സിലെ പ്രോപ്പർട്ടീസ്, അതായത് എലിമെൻറ്റ്സ് ആൻഡ് ഫങ്ഷൻസിനെ സ്വന്തമാക്കുന്നു. ഒരു ഡേറ്റയെ പല രൂപത്തിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് പോളിമോർഫിസം? ഗിവ് എൻ എക്സാമ്പിൾ. എന്താണ് പോളിമോർഫിസത്തിൻ്റെ ഡെഫിനിഷൻ? എബിലിറ്റി ഓഫ് ഡേറ്റ ടു ബി പ്രോസസ്ഡ് ഇൻ മോർ ദാൻ വൺ ഫോം. ഉദാഹരണത്തിന് ഫ്ലോട്ട് ഏരിയ ഓഫ് ഫ്ലോട്ട് ആർ എന്ന സ്റ്റേറ്റ്മെൻറ്റിലും ഫ്ലോട്ട് ഏരിയ ഓഫ് ഫ്ലോട്ട് എ കമ ഫ്ലോട്ട് ബി എന്ന ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിലും ഫങ്ഷൻ നെയിം ഏരിയ തന്നെയാണ്. പക്ഷേ ആദ്യത്തെ ഫംഗ്ഷനിൽ ഒരു ആർഗ്യുമെൻറ്റേ ഉള്ളൂ, രണ്ടാമത്തെ ഫംഗ്ഷനിൽ 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഇറ്റ് ഈസ് സെയിം നെയിം ഹാവിങ് ഡിഫറെൻറ്റ് മീനിങ്. 2 തരത്തിലുള്ള പോളിമോർഫിസം ഉണ്ട്. സ്റ്റാറ്റിക് പോളിമോർഫിസവും ഡൈനമിക് പോളിമോർഫിസവും. സ്റ്റാറ്റിക് പോളിമോർഫിസത്തിൽ ഫങ്ഷൻ ഡെഫിനിഷനും ഫങ്ഷൻ കോൾ തമ്മിലുള്ള ബൈൻഡിങ് നടക്കുന്നത് കമ്പൈൽ ടൈമിലാണ്. ഡൈനമിക് പോളിമോർഫിസത്തിൽ ഫങ്ഷൻ കോളും ഫങ്ഷൻ ഡെഫിനിഷനും തമ്മിലുള്ള ബൈൻഡിങ് അല്ലെങ്കിൽ ലിങ്കിങ് നടക്കുന്നത് റൺ ടൈമിലാണ്. സ്റ്റാറ്റിക് പോളിമോർഫിസത്തിനെ 2ആയി തരംതിരിക്കാവുന്നതാണ്: ഫങ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും. ഡൈനമിക് പോളിമോർഫിസം അച്ചീവ് ചെയ്യുന്നത് വെർച്വൽ ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. മാർച്ച് 2018 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഷോയിങ് ഓൺലി ദി എസെൻഷ്യൽ ഫീച്ചേഴ്സ് ആൻഡ് ഹൈഡിങ് കോംപ്ലക്സിറ്റീസ് ഫ്രം ഔട്ട്സൈഡ് വേൾഡ് റെഫേഴ്സ് ടു ഡേറ്റ എബ്സ്ട്രാക്ഷൻ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം? ഗിവ് എനി 2 അഡ്വാൻറ്റേജസ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈമിൽ ഡേറ്റയും അതിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫങ്ഷൻസും ക്ലാസ് എന്ന ഒരു സിംഗിൾ യൂണിറ്റിൽ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഊപ്സിൻ്റെ അഡ്വാൻറ്റേജസ്: ഡേറ്റയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. റിയൽ വേൾഡ് പ്രോബ്ലംസിനെ ഇവിടെ നന്നായിട്ട് മോഡൽ ചെയ്യാനായിട്ട് സാധിക്കും. 2019 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിലെ 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതിയാൽ മതി. എന്നിരുന്നാലും പഠിക്കുമ്പോൾ എല്ലാ പോയിൻറ്റ്സും പഠിക്കണം. കാരണം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ചോദിക്കുകയാണെങ്കിലും പ്രൊസീജറൽ പ്രോഗ്രാമിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ചോദിക്കുകയാണെങ്കിലും ഈ പോയിൻറ്റ്സ് തന്നെയാണ് എഴുതേണ്ടത്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലെ പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ മൊഡ്യൂൾസ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലെ ഇറ്റ് ബൈൻഡ്സ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ് കോൾഡ് ക്ലാസ്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ പ്രൊസീജിയറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഡേറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ റിയൽ വേൾഡ് പ്രോബ്ലംസ് നന്നായിട്ട് മോഡൽ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ റിയൽ വേൾഡ് പ്രോബ്ലംസ് നന്നായിട്ട് മോഡൽ ചെയ്യാനായിട്ട് സാധിക്കും. പ്രൊസീജിയറൽ പ്രോഗ്രാമിങ്ങിൽ എക്സിസ്റ്റിംഗ് കോഡിൽ മോഡിഫിക്കേഷൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരുന്നു. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഇറ്റ് ഈസ് ഈസി ടു മോഡിഫൈ ദി എക്സിസ്റ്റിംഗ് കോഡ്. പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ഈസ് നോട്ട് എക്സ്റ്റെൻസിബിൾ. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഈസ് എക്സ്റ്റെൻസിബിൾ. എന്താണ് എക്സ്റ്റെൻസിബിൾ? ന്യൂ ഡേറ്റ ടൈപ്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. വീണ്ടും 2 മാർക്കിനുള്ളൊരു ചോദ്യമാണ് എന്താണ് പോളിമോർഫിസം? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിമോർഫിസം? ഇതിൻ്റെ ഉത്തരം ഓൾറെഡി നമ്മൾ നോക്കിക്കഴിഞ്ഞതാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീണ്ടും 2018 ഇംപ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പോളിമോർഫിസം തന്നെയാണ് ചോദ്യം. ദ എബിലിറ്റി ഓഫ് ഡേറ്റ ടു ബി പ്രോസസ്ഡ് ഇൻ മോർ ദാൻ വൺ ഫോം ഇസ് കോൾഡ് പോളിമോർഫിസം. അടുത്ത ചോദ്യം 3 മാർക്കിൻ്റെ ചോദ്യമാണ് വാട്ട് ഈസ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്? വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ്? ഇൻ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എംഫസിസ് ഇസ് ഓൺ ഡൂയിങ് തിങ്സ്. അതായത് പ്രൊസീജിയറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. ലാർജ് പ്രോഗ്രാംസ് ചെറിയ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നു. മൊഡ്യൂൾസ് വീണ്ടും ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നു. ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് നേരത്തെ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗിൽ പറഞ്ഞതാണ്.
മോർ ഇമ്പോർട്ടൻസ് ഇസ് ഗിവൺ ടു പ്രൊസീജിയർ. റിയൽ വേൾഡ് പ്രോബ്ലംസ് നന്നായിട്ട് മോഡൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എക്സിസ്റ്റിംഗ് കോഡിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് നോട്ട് എക്സ്റ്റെൻസിബിൾ.